يا أيها الذين آمنوا صلوا عليه وسلموا تسليما سمعنا ولله أطعنا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ആരാണോ ഈ പക്ഷിയോട് പറഞ്ഞു കൊടുത്തത്? ഈ സൈന്യത്തിൽ ഒരു മഹാമനുഷ്യനുണ്ട്. ആ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അവിടത്തോട് ചെന്ന് പരാതി പറഞ്ഞാൽ നിന്റെ 2 കുഞ്ഞുങ്ങളെ തിരിച്ചു തരാൻ ആ നേതാവിന് കഴിയുമെന്ന് 100 കണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് ഈ പക്ഷിയോട് പറഞ്ഞതാരാണ്? കുഞ്ഞുങ്ങൾ നഷ്ടമായ വേദനയിൽ ഒരു മാതൃഹൃദയം, ഒരു ഉമ്മയുടെ കൽബ് പെടഞ്ഞപ്പോ അതൊരു പക്ഷിയായ ഉമ്മയാണ്, ഒരു പ്രാവായിരുന്നു അത്. ഹബീബായ നബിയേ, മൻ അഖ്ബറൽ വറഖാ, ആരാണ് പ്രാവിനോട് പറഞ്ഞു കൊടുത്തത്? അന്ന മഖാമകും ഹറമുൻ, അങ്ങനെ പറയുന്നത് അല്ലാഹു പരിശുദ്ധമായി വാഴ്ത്തിയ റബ്ബിന്റെ സുരക്ഷിത മേഖലയാണ്. അങ്ങ് അല്ലാഹുവിനാൽ വാഴ്ത്തപ്പെട്ടവരാണ്, അങ്ങ് അല്ലാഹുവിന്റെ സുരക്ഷയുള്ളവരാണ്. വഅന്നക മൻസിലുൻ ലിൽ ഖായിഫീൻ, പേടിച്ചു വരുന്നവർക്ക്, സങ്കടപ്പെട്ടു വരുന്നവർക്ക്, ഹൃദയം വിതുമ്പുന്നവർക്ക് കയറിയിരിക്കാനുള്ള വീടാണ് അങ്ങ് എന്ന് ആരാണാവോ ഈ പക്ഷിയോട് പറഞ്ഞത്? നബിയേ, അതങ്ങയോട് വന്നല്ലേ പരാതി പറഞ്ഞത്? ഇത് സ്വഹീഹായ ഹദീസ്. ഇമാം അബൂ ദാവൂദ് ഹാക്കിം എന്നവർ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണ്. വെറുതെ ഒരു പക്ഷിക്കഥയല്ല, ചരിത്രം അതിൽ രേഖപ്പെടുത്തി. ആ ഹബീബായ നബിയെ ആരാണ് സ്നേഹിക്കാതിരിക്കുന്നത്? ആരാണ് സ്നേഹിക്കാതിരിക്കുക? അവിടെ നല്ലയോ ലോകത്തിന് റഹ്മത്തായി വന്നത്. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അവിടുന്ന് ഹിജാമ ചെയ്തു ഒരു ദിവസം. ഹിജാമ കപ്പിംഗ് എന്ന് പറയുന്നു. അവിടെ മോശപ്പെട്ട ബ്ലഡൊക്കെ സ്കിന്നിൽ നിന്ന് എടുക്കുന്ന ഒരു രീതി, അത് സുന്നത്താണ്. പുണ്യനബി ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജാമ ചെയ്തു കഴിഞ്ഞ് ഹബീബായ നബിയുടെ ശരീരത്തിലെ ബ്ലഡ് കളയാൻ വേണ്ടി കൊടുക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, നമുക്കിത് കേൾക്കുമ്പോ ചില ആളുകൾ ഒരു പക്ഷേ ഒരു ഇഷ്ടം തോന്നാം. പക്ഷേ ഇത് ചരിത്രമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, സംഭവിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ഇദ്ഹബ് ബിഹാദ ദം, ഈ ചോര നിങ്ങൾ കൊണ്ടുപോയി കളയണേ. ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി കളയണേ എന്ന് മഹാനായ അസ്മാ ബീവിയുടെ മകനോട്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയോട് മദീനയിൽ സ്വഹാബിമാർ കടന്നു വന്നപ്പോ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് ജന്മം കൊണ്ട ആദ്യത്തെ കുഞ്ഞ് സ്വഹാബിയായ കുട്ടി അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. മദീനയിൽ ജനിച്ച കുട്ടി തങ്ങൾ വഫാത്താകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് 10 വയസ്സായിരിക്കും പ്രായം. ആരും കാണാത്തടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് ഹബീബിന്റെ ഹിജാമയുടെ രക്തം കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞത്. ഇത് പലരും ഒരു പക്ഷേ ദീനിനെയും ഹബീബിനെയും അറിഞ്ഞിട്ടില്ലാത്തവർ ഒരു പക്ഷേ ഒരൽപ്പം സാരല്ല, മുഅ്മിനീങ്ങൾക്കത് പ്രശ്നമല്ല. ഇത് ഹബീബിന്റെ ചരിത്രമാണ്. നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഇമാം ഹാക്കിം എന്നവരും ഇമാം തബറാനിയും ഇമാം ഹൈതമിയും റിജാലുഹു റിജാലു സിഖാത്ത് എന്ന് പറഞ്ഞ സംഭവമാണ്. ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി വിളിക്കണേ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി തങ്ങളോട് ആ രക്തം കൊടുത്തേൽപ്പിച്ചപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് അബ്ദുല്ലാഹി തങ്ങളെ കണ്ടപ്പോൾ തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാഹ് അതെന്ത്
എന്ത് ചെയ്തു നിങ്ങൾ? ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്തു ചെയ്തു നബിയേ? ആരും കാണാത്തിടത്ത് ഞാനത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് നബിയേ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പറഞ്ഞു, നബിയേ ശരിച്ചുഹു ലിയസ്ദാദ ബിഹി ഇൽമൻ വ ഈമാനാ.